ഇതെന്തോന്നത് രാവിലെ ചവിട്ടി പൊളിക്കൂ. കോളിംഗ് ബെല്ലുണ്ടല്ലോ, കറണ്ടും ഉണ്ട്. ഇടിച്ച് പൊളിക്കല്ലേ, ദാ വരണേ. അയ്യോ, ഇടിച്ച് പൊളിക്കല്ലേ, ദാ തുറന്നതാ. ഓ, ആരാണ്? അയ്യോ അമ്മ. പ്രകാശ, പതുക്കെ നോക്കിയത്. സോറി. ആരാടാ സർക്കിൾ ഇൻസ്പെക്ടർ വീട്ടിൽ നിന്ന് പേര് വിളിക്കുന്നത്? അടിച്ചതിന്റെ പല്ലളക്കും. പ്രകാശ, ഇത് ഞാനാടാ, നിന്റെ പ്ലാങ്കവിളയിലുള്ള മാമൻ, പ്ലാങ്കം മാമൻ. അയ്യോ, മാമനായിരുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, സോറി. സോറി. എടി കയറി വരുന്നേ, അവനെന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒറ്റ ഇടി ഇടിച്ചു കൊച്ചു കണ്ട. മക്കളെ പ്രകാശ മോളെ, ഇതാ നിന്റെ പ്രകാശ മാമൻ. സുമേ, ഇതൊക്കെ നാട്ടിലുള്ള എന്റെ ബന്ധുക്കളാ. ആറ്റുകാല് പൊങ്കാല ഇടാൻ വന്നാ മോളെ. ഏതായാലും തിരുവനന്തപുരം വരെ വന്നു, എന്നാ ഇവിടെ കൂടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. നിങ്ങളെ ഞാൻ കല്യാണത്തിന് കണ്ടതല്ലേ. നീ വലിയ പോലീസുകാരനാണെങ്കിലും എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല. അതിന് ഞാൻ മാമനെ പേടിപ്പിച്ചില്ലല്ലോ. ഓ, നീ എന്നെ പേടിപ്പിക്കാൻ വാ. ഒറ്റ ഇടി ഇടിച്ചു കേട്ടടി വെച്ചേ. പണ്ട് അവന് ആന കളിക്കാനും കുതിര കളിക്കാനും ഒക്കെ ഞാൻ വേണോ? അതിന്റെയൊക്കെ തഴമ്പ് ഇപ്പോഴും എന്റെ മുതുകത്തുണ്ട്. കാണണോ? നീ പ്ലാങ്കവിളന്ന് വന്നിട്ട് എത്ര കൊല്ലമായിടാ? ഒരു 5-8 കൊല്ലമായി കാണും. കേട്ടോ മോളെ, പണ്ട് വായനശാലയില് നാടകത്തിന്റെ റിഹേഴ്സൽ നടക്കുമ്പോ ഇവനവിടുന്ന് മാറത്തേ ഇല്ല. വായി നോക്കിയായിരുന്നു. അല്ല, ഞാനത് പറയാൻ പറഞ്ഞത്, അമ്മായി പഴയ നാടക നടിയാണ്. ചിന്നപ്പ നാടക കമ്പനിയിലെ പ്രധാന നടൻ, അല്ല നടിയായിരുന്നു. 1-2 തമിഴ് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2 അല്ല 25. അല്ല, എന്താ പേര്? നല്ലതങ്ക ഇന്ത ഊരുക്കേ റാണി. അല്ല, അത് നാടകത്തിന്റെ പേരാണ് അമ്മായി പറഞ്ഞത്. അതല്ല, ഞാൻ കുട്ടിയോടാ ചോദിച്ചത്. എന്താ പേര്? സ്വർണലത. എന്ത് ചെയ്യുന്നു? എന്തും ചെയ്യും. അവളും തള്ളയെ പോലെ പാടും, ഡാൻസ് കളിക്കും, അഭിനയിക്കും. സകലകല വല്ലഭേല്. ഡേ, മാമന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങടി. അയ്യോ, അതെന്തരുന്ന്? അത് വേണം. ഒരു കലാകാരനെ ഒരു കലാകാരി ആദരിക്കണം. ഓ, ആദരവൊക്കെ പിന്നെ മതി മാമ. എന്നാൽ എന്റെ ഒരു ആശ്വാസത്തിന് കാണിച്ചു കൊടുക്കണി സ്റ്റെപ്പിള് മാമന്. കാണിച്ചു കൊടുക്ക്. റെഡി? ആ തറ എവിടെയല്ലേ പൊങ്കാല കല? ഇപ്പൊ നേരമില്ല. അയ്യോ, നീ കാണണം. എന്നാലല്ലേ എവിടെ നിനക്ക് പടത്തി അഭിനയിപ്പിക്കാൻ പറ്റൂ. പടന്ന് വെച്ചാ വെറും പടമല്ല, സീരിയലോ. ഞങ്ങളെല്ലാം അറിഞ്ഞു. നിങ്ങൾ എന്തറിഞ്ഞു പറയുന്നത്? ഇവളൊരു സിനിമാ വാരികയിൽ കണ്ടു. ഇൻസ്പെക്ടർ സംവിധാനം ചെയ്യാൻ പോകുന്ന വാർത്ത. പ്ലാങ്കവിള മുഴുവനും ഇപ്പൊ അതാ സംസാരം. സുമേ, നീ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു കൊടുക്ക്. ഇപ്പൊ തന്നെ 2 മണിക്കൂർ ലേറ്റായി. ഞാൻ ചായ എടുക്കാം. പെട്ടെന്ന് കൊടു. ശരി സാറേ. അവൻ വലിയ ഇൻസ്പെക്ടർ ആണെങ്കിലും എനിക്ക് അവൻ ഇപ്പോഴും മൂക്കള ഒലിപ്പിച്ച് കിടന്ന പഴയ പ്രകാശം തന്നെയാണ്. ഓ, വല്ലാത്ത വിശപ്പ്. എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾ ആദ്യം ഒന്ന് ഫ്രഷ് ആക്കാം, അപ്പത്തേക്ക് ഞാൻ റെഡിയാക്കാം. വന്നു കയറിയ വിരുന്നുകാരോട് ഇവള് മുഖത്ത് നോക്കി ഇങ്ങനെ പറയാമോ? എങ്ങനെ? നീ ഒന്ന് ക്ഷമിക്ക. അതെ, അകത്ത് ഉണ്ട് ഷവർ, നീരാടാം, ചെന്നാട്ടെ. എടുത്തോളൂ, ബാഗുകളൊക്കെ എടുത്തോളൂ. പോയാട്ടെ, അങ്ങോട്ട് പോയാട്ടെ. അവിടെ ചെന്നിട്ട് എടുത്തോട്ടെ. സോമാലിയിലെ ദരിദ്രവാസികൾ ഇതിനേക്കാളും ഭേദമാണ് ഈശ്വര. സോമാലിയെ, ഓ കഷ്ടം. ആ ഉരുണ്ടിരിക്കുന്ന ചക്കപ്പഴമല്ല, ഫ്ലാസ്ക് ആണ്. എടുത്ത് മിണുങ്ങല്ലേ. ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ട്. നാട്ടുകാരുടെ സഹായം കൊണ്ട് ആദ്യത്തെ കുറ്റാന്വേഷണം പൂർത്തിയാക്കിയതല്ലേ. ഇത് കഴിക്ക്, ദേഹമൊക്കെ ഒന്ന് തണുക്കട്ടെ. അതെ, ഇത്തരം അനുഭവങ്ങളൊക്കെ ഡിറ്റക്റ്റീവിന്റെ ജീവിതം സാധാരണയായോ. ബലം പിടിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആവേശത്തിൽ പറഞ്ഞു പോയതാ. അതേടാ, നിന്റെ ആവേശം കാരണമാണ് ഇത്രയും കിട്ടിയത്. നിനക്കൊന്നും ആവേശം ഇല്ലായിരുന്ന പോലെ. അയ്യോ, ശരിക്കും കിട്ടിയെന്ന് തോന്നുന്നു. 2 താണ്ടനം, ഒരു ചവിട്ട്, ഒരു ഇടി. ബാക്കിയൊക്കെ മറന്നോ? ആ, ബോധം പോണതിന് മുമ്പ് എണ്ണിയതൊക്കെ ഓർമ്മയുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷനോടെ നിങ്ങൾ കോളനിയിൽ പോപ്പുലറായി. പക്ഷേ ചാക്കോ സാറും ഞങ്ങളും ഇതുകൊണ്ടൊന്നും തളർന്ന് പിന്മാറാൻ പോകുന്നില്ല. അല്ല,
ഒന്നുമില്ലെങ്കിലും ഭർത്താവിന് എന്താ ജോലി എന്ന് ആരെങ്കിലും ചോദിച്ചാ പറയാമല്ലോ, ഡിറ്റക്റ്റീവ് ആണെന്ന്. അയ്യടാ ഡിറ്റക്റ്റീവ്. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ചാക്കോ സാർ ഇതോടുകൂടി ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കരുതോ? ഈ 2000-3000 കിട്ടുന്ന ജോലിക്കൊണ്ട് ഞങ്ങളെ കിട്ടില്ല. ഇപ്പൊ തന്നെ 2-3 കമ്പനിക്കാര് വീട്ടിൽ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആണോ? ടെലിഫോണും ഇലക്ട്രിസിറ്റിയും കാശടക്കാത്തതിന്. എനിക്കൊരു ഐഡിയ. ഏ? നമ്മുടെ രവിചന്ദ്രൻ നേതാവ് ഇലക്ഷന് മത്സരിക്കല്ലേ, ആ. കുറച്ച് ദിവസത്തേക്ക് നമുക്ക് അടിക്കാതെ ദേഹം മൊത്തം ഉഴുതു മറിച്ചിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് രവിചന്ദ്രൻ നേതാവ് നമുക്ക് ഇരയാക്കി സ്വീകരിച്ചാലോ? ഇരയോ? ഏത് രീതിയിൽ? നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ബുദ്ധിമാന്മാർ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറില്ല. അവർ സ്ഥാനാർത്ഥികളുടെ അസിസ്റ്റന്റുമാരായി നിൽക്കത്തേ ഉള്ളൂ. അത് പറഞ്ഞത് നേരാ. സ്ഥാനാർത്ഥികൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ അസിസ്റ്റന്റിനുണ്ട്. ഒന്നാമത്തത്, ആൾക്കാർ വോട്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ള ടെൻഷൻ വേണ്ട, കാശ് പോവെന്നുള്ള പേടിയും വേണ്ട, വോട്ട് കുറയെന്നുള്ള ആദ്യം വേണ്ട. ഏത് വീട്ടിലും ഏത് ഹോസ്റ്റലിലും ഏത് പാതിരാത്രി വേണമെങ്കിലും കയറി ചെല്ലാം. നിങ്ങളുടെ തലമണ്ടയില് ഈ ഉടായ്പ വേലല്ലാതെ വേറൊന്നും തോന്നത്തില്ല. എന്തോന്നുടായിപ്പാ? ഉദര നിമിത്തം ബഹികൃത വിഷം. ദീപസ്തംഭം മഹാശര്യം. മോങ്ങായിരുന്ന പട്ടിയുടെ തലയിൽ തൊപ്പി വെച്ചു കൊടുത്തു. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? അല്ല, നിങ്ങൾ രണ്ടും ഒരെണ്ണം പറഞ്ഞു, ഞാനും ഒരെണ്ണം പറഞ്ഞു. അണ്ണാ കുഞ്ഞു തന്നാലായത്. നിർത്ത്. അപ്പോ ഇലക്ഷൻ പ്രചരണത്തിന് ധൈര്യമായിട്ട് ഇറങ്ങാം അല്ലേ? പിന്നെന്താ? ഹലോ മാഡം, നിങ്ങളും കൂടിക്കോളൂ. എന്തിന്? ഈ ഇലക്ഷൻ നമുക്ക് ആഘോഷമായിട്ട് അടിച്ചു പൊളിക്കാം. ഇന്നത്തെ ഏതെങ്കിലും സീരിയലിലോ സിനിമയിലോ ഇതുപോലൊരു അഭിനയ പ്രകടനം ആരെങ്കിലും കാഴ്ചവെച്ചിട്ടുണ്ടോ? ഇതുപോലത്തെ അഭിനയ പ്രകടനം ഞാനും കണ്ടിട്ടില്ലേ. അഭിനന്ദനങ്ങൾ. പ്രകാശേട്ടന്റെ വകയിലുള്ള ഈ അമ്മാവനും അമ്മായിയും ഭയങ്കര കലാകാരന്മാരാണെന്ന് എന്താ രാവിലെ പറയാത്തത്? ഭയങ്കര കലാകാരന്മാരല്ല, ഭീകര കലാകാരന്മാരാണ്. എന്താ പ്രകാശേട്ട പറയാഞ്ഞത്? രാവിലെ അതൊന്നും പറയാനുള്ള നേരം കിട്ടിയില്ല. ഞാൻ പണ്ട് PSKS അഭിനയിച്ച കണ്ണകി വേഷം ചെറുതായിട്ടൊന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പ്രകാശം നേരത്തെ വന്നിരുന്നെങ്കിൽ മൊത്തം കാണാമായിരുന്നു. കണ്ടെടുത്തോളം എങ്ങനെയുണ്ട് പ്രകാശ? കണ്ടെടുത്തോളം കൊള്ളാം അമ്മായി. അല്ല, നിങ്ങൾ ഇനി എപ്പോ പോവാനാ? മണി 10 ഞാൻ വേണമെങ്കിൽ സ്റ്റാൻഡ് കൊണ്ടുപോയി വിടാം. ഞങ്ങൾ ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നില്ല. മറ്റെന്താ, ഒട്ടും പോകുന്നില്ല. സാറിന്റെ സീരിയലില് കുടുംബസമേത ചില വേഷങ്ങൾ അഭിനയിച്ചിട്ടേ ഈ മാമനും മാമയും പോകുന്നുള്ളൂ എന്ന്. എന്റെ അമ്മ, അയ്യോ എന്ത് പറ്റി? അയ്യോ സുമേ, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാ. ഇപ്പൊ കൊണ്ടുവരാം. അല്ല മാമ, അവിടെ വീടൊക്കെ പൂട്ടിയിട്ടിട്ട് ഇത്രയും ദിവസം ഇവിടെ വന്ന് നിന്നാൽ കള്ളന്മാരുടെ ശല്യം കൂടുതലുള്ള സ്ഥലമല്ലേ അത്? ഒരു കള്ളനും വീട്ടിൽ കയറാൻ ധൈര്യം കാണിക്കില്ല, അതും എന്റെ വീട്ടിൽ. അത് മാത്രമല്ല മോനെ, പണ്ട് ഞാൻ നാടകത്തിന് ദിണ്ടുക്കല് പോയപ്പോഴേ അവിടുന്ന് ഒരു പൂട്ട് വാങ്ങിച്ചിട്ടേക്കുവാ. വലിയ പൂട്ട്. മോളെ സ്വർണ്ണലതേ, എന്തോ? പ്രകാശം പാവം ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്നേക്കല്ലേ, നീ ഒരു പാട്ട് പാടി കേൾപ്പിച്ചു കൊടുക്ക്. ചെല്ലടാ. അയ്യോ പാട്ടോ ഈ നേരത്തെ? ഇനിയിപ്പോ അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ഏത് പാട്ട് വേണം? പദ്യപാരായണം വേണോ, കവിത വേണോ, അതോ ചലച്ചിത്രഗാനം മതിയോ? മോളെ ഏതെങ്കിലും ഒന്ന് പാട്. അല്ല, അത് വേണോ? അത് വേണം. മാന്യ സദസ്സിന് വിനീതമായ കൂപ്പുകൈ. ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് വയലാർ രാമവർമ്മയുടെ ആത്മാവിലൊരു ചിത എന്ന കവിതയാണ്. ഇപ്പൊ എന്റെ ആത്മാവിലാണ് ചിത എരിഞ്ഞു തുടങ്ങുന്നത്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും മരവിച്ച പോലെയായി. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും മരവിച്ച പോലെയായി.
മതി മോളെ നിർത്ത്. ഞാൻ ആദ്യം എന്റെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് വരാം. അല്ല, അതിനു മുമ്പ് ഞങ്ങൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന വേഷം എന്താണെന്ന് അറിഞ്ഞാ അതൊക്കെ പറയാം. ആദ്യം ഞാൻ എന്റെ ഈ കാക്കി വേഷം ഒന്ന് മാറ്റട്ടെ. മോനെ പ്രകാശ, വേഷം എന്താണെന്ന് അറിഞ്ഞാ ഡയലോഗുകളിലൂടെ കാണാതെ പഠിക്കായിരുന്നു. പിന്നെ ഓരോരുത്തർക്കുള്ള ഡയലോഗ് സാറെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഏറ്റെടുത്ത് തരാം. പണ്ട് PSKSന്റെ നാടകങ്ങളിൽ ഈ ഞാനും എന്റെ ഈ സരസും എത്ര കഥാപാത്രങ്ങളാണ് ചെയ്തിരിക്കണെന്ന് അറിയോ? ഓ എന്റെ പൊന്ന് കിഷമാമ, കഥയും പാത്രങ്ങളും ഒക്കെ നാളെ പറക്കിയാ പോരെ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, മണി 10:30 സ്വർണ്ണലതേ, ചാച്ചുന്നില്ലേ മക്കളെ? നോക്കി പേടിപ്പിക്കാതെ അവനെ. അച്ഛാ, ഈ ചെറുക്കന് സ്വല്പ കുഴപ്പമുണ്ട്. പ്രകാശനോട് പറഞ്ഞ് ഇവനെ നാളെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്തരടി ഇത്? ഉണക്ക ചപ്പാത്തിയും പക്ഷിപ്പനി പിടിച്ച ചിക്കൻ കറിയാണോടെ എനിക്ക് രാത്രി തരണത്? മണിയനെ വിട്ട് പാഴ്സൽ വാങ്ങിപ്പിച്ചതാ. പ്രകാശേട്ടന് വേണ്ടി ഉണ്ടാക്കി വെച്ചത് ആ കൊച്ചുഷ്ണ മാമൻ എടുത്ത് കഴിച്ചു. പ്ലാങ്കവള്ളിന്ന് മാമൻ എന്ന ബോർഡും കഴുത്തി തൂക്കി ഇറങ്ങിയിരിക്കുന്നത് എന്നെ തൊലയ്ക്കാൻ വേണ്ടിയാണല്ലേ? ധൈര്യമായിട്ട് പറയണം, നമുക്കിവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. ശരി, ചേട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. എന്താ? വേണ്ട, നയത്ത് ഞാൻ കാര്യം കൈകാര്യം ചെയ്തോളാം. എടുത്തടിച്ചോലെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പോലീസ് മുറയിൽ കൈകാര്യം ചെയ്തു എന്ന് പ്ലാങ്കവള മുഴുവൻ പറഞ്ഞ് പരത്തിക്കളയും. എന്തെങ്കിലും സൂത്രം കണ്ടുപിടിച്ച് നാളെ തന്നെ ഇവരെ ഇവിടുന്ന് ഓടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ആഹാരം വെച്ച് വിളമ്പി വീട്ടമ്മ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പത്രത്തിൽ വാർത്ത വരും. അമ്മേ, എന്താ മോനെ? ആങ്കിളും ആന്റിയും കൂടെ മുറിയിൽ തന്നെ ഇറക്കി വിട്ടു. സുമേ, അവര് നമ്മുടെ ബെഡ്റൂമും പിടിച്ചടക്കിയോ? ഞാൻ അവരോട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാനാ പറഞ്ഞത്. മിക്കവാറും അവരെന്റെ തനിക്കോണം കണ്ടിട്ടേ പോകൂ. ദൈവമേ, എന്തോ ഇതിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയി ചേച്ചി. കഷ്ടം. അതുകൊണ്ട് ഇത് ആർക്ക് ചായ? കലാമണ്ഡലം മാമന്മാർക്ക്. ആ പ്ലാങ്കവള സരസുനെ ഇവിടെ വന്ന് ചേച്ചി സഹായിച്ചാൽ എന്താ കുഴപ്പം? അതാരാ? പ്രകാശ് സാറിന്റെ അമ്മായിയായിട്ട് അവതരിച്ചിരിക്കുന്നില്ലേ ആ ഒരു പെരുമ്പടപ്പ് സ്വരൂപം, ഇറച്ചിക്കട്ടയുടെ ഷേപ്പുള്ള ഒരു സാധനം. അവരുടെ മട്ടുഭാവൊന്നും എനിക്ക് പിടിക്കുന്നില്ല കേട്ടാ. പിന്നെ ആ പെൺകുട്ടി വലിയ കുഴപ്പമില്ല. അയ്യടാ, ആര് പറഞ്ഞു? വലിയ ഐശ്വര്യ റോയ് ആണെന്നല്ലേ അവളുടെ വിചാരം? അസത്ത് അല്ലേ ചേച്ചി, സൗന്ദര്യമൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, മുള്ളിന്റെ മുട്ടി മുള്ളല്ലി കുരുക്ക് ഓർക്കിട്ട് വളരുവോ, അത്രേ ഉള്ളു കുഴപ്പം. പിന്നെ ചായ ഞാൻ കൊണ്ട് കൊടുക്കാം. അല്ല മണിയെ, ഇവറ്റുകളൊക്കെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ എന്താ ഒരു മാർഗം? ചൂടായിരുന്നു. ഞാനൊന്ന് ഡീപ്പായിട്ടൊന്ന് ചിന്തിച്ചു നോക്കട്ടെ ചേച്ചി. ഭക്ഷണത്തിനൊന്നും ഒരു ടേസ്റ്റും ഇല്ല. എടി പെണ്ണേ, ഇങ്ങ് വാ. ആ, നീ ഒരു ദിവസം പ്രകാശനെയും കൂട്ടി ആ പ്ലാങ്കവിളയിലോട്ട് വാ. ചോറും കൂട്ടാനും ഒക്കെ എങ്ങനെയാ വെച്ചു തരണ്ടെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എടി കൊച്ചേ, ഒരു ഗ്ലാസ് പാലൂടി എടുത്തുണ്ടോ? ഇവിടുത്തെ കൊച്ചിന് പാലില് കലക്കി കൊടുക്കുന്ന എന്തോ പൊടിയുണ്ടല്ലോ, അതും കൂടെ കലക്കിക്കോ. എന്ത് പൊടിയാ വേണ്ടത്? ഹോർലിക്സ് വേണോ, ബൂസ്റ്റ് വേണോ? അത് ഹാപ്പിക്സ് തന്നെ മതി. ഇപ്പൊ കൊണ്ടുവരാവേ ഹാപ്പിക്സ്. കാര്യം എന്തൊക്കെയാണെങ്കിലും അവക്ക് നമ്മളോട് സ്നേഹമുണ്ട്. കുറച്ചു ദിവസം ഇവിടെ ഇരുന്ന് നല്ല ഷാപ്പിട്ട് ഈ ശരീരം ഇതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കണം. അയ്യേ, ഇത് വെറും പച്ചവെള്ളമല്ലേ? അയ്യോ, പാലുണ്ടായിരുന്നു, പക്ഷെ അതാ കണ്ടം പൂച്ചെടുത്ത് കുടിച്ചു കളഞ്ഞല്ലോ മാമി. എരണം കെട്ടവള്. നമ്മള് പാല് ചോദിച്ചപ്പോ അവള് മനഃപൂർവ്വം കണ്ടം പൂച്ച വിളിച്ചു വരുത്തി പാല് കുടിപ്പിച്ചതാ. അവളുടെ ഒരു കണ്ടം പൂച്ച വെച്ചിട്ടുണ്ടടി ഞാൻ. വീട് അടച്ചു പൂട്ടിയിട്ടിട്ട് പോയതാ. വല്ല കള്ളന്മാരും കയറിയെന്ന് ആർക്കറിയാം? വൈക്കം നീലകണ്ഠൻ, പൂഴിക്കുന്നു മണിയൻ, കുടശനാട്ട് കമലൻ, ഇത്തിക്കര പക്കി, വെള്ളായണി പരമു, കായംകുളം കൊച്ചുണ്ണി, ഈ കള്ളന്മാരുടെയൊക്കെ പേര് എനിക്കും അറിയാം. കള്ളന്മാരും
എടീ ഞാൻ പറഞ്ഞതൊക്കെ കേരളത്തിലെ അറിയപ്പെടുന്ന കരിമരുന്ന് വിദഗ്ധന്മാരാ. മാനത്ത് കരിമരുന്ന് കൊണ്ട് കവിതയല്ലയോ വരയ്ക്കുന്നത്. ഏതായാലും നിന്നോട് ആ ശിവൻകോവിലെ വെടിക്കെട്ട് അസലായിരുന്നു. ഒരു 50,000 കത്തിച്ചു കാണും. നിങ്ങൾക്ക് ഈ വെടിക്കെട്ടിന്റെ കാര്യമല്ല വേറൊന്നും പറയാനില്ലേ? എടി വിശാലം, എനിക്ക് വെടിക്കെട്ട് വിശാലമായിട്ട് കണ്ടോണ്ടിരിക്കുന്നത് ഒരു സുഖമാ. ആ സമയം ഞാൻ അങ്ങ് വാർ ഫീൽഡിലാണെന്ന് തോന്നിപ്പോകും. അതല്ലേ, എത്ര തിരക്കുണ്ടായാലും നാട്ടിൽ വെടിക്കെട്ടുള്ള ഉത്സവങ്ങൾ കാണാൻ ഞാൻ മുടങ്ങാതെ പോകുന്നത്. ആ അടുത്ത ആഴ്ച പരവൂരിൽ 5 ലക്ഷം രൂപയുടെ കമ്പമാ നടക്കാൻ പോകുന്നത്. കാണാൻ പോണം. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആരെങ്കിലും ചോദിച്ചാൽ നാട്ടിൽ ഉത്സവം കാണാൻ പോയാണെന്ന് പറയരുത്. നാണക്കേടാണെന്നേ. എടീ, എന്നെയും ഈ ബലൂണിനെയും ഒക്കെ കാണുമ്പോ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാവും. ഇല്ല, അതെ, ആരെങ്കിലും ചോദിച്ചാ നാട്ടിൽ അനിയന്റെ കുഞ്ഞിന്റെ ഷഷ്ടിപൂർത്തിക്ക് പങ്കെടുക്കാൻ പോയെന്ന് പറഞ്ഞാ മതി. മനസ്സിലായോ? ഷഷ്ടിപൂർത്തി എന്താ? എന്റെ അമ്മോ, എന്നെ കൊല്ല്. എന്തിനാ കൊല്ലുന്നേ? നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെ ആയിരുന്നു? ഞങ്ങൾ ഒരു ഷഷ്ടിപൂർത്തിക്ക് പങ്കെടുക്കാൻ പോയിട്ട്. അയ്യോ, നിങ്ങളെ കണ്ടാ തോന്നുന്നില്ല കേട്ടാ. എടാ, ഞങ്ങളുടെ ഷഷ്ടിപൂർത്തിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകൂടാ. വലിയ വലിയ ആൾക്കാരെല്ലാം ഇങ്ങോട്ടല്ലേ വരിക. അത് ശരിയാ. അതിന് 40 വർഷം കിടക്കും. എത്ര വർഷം? 40. അതൊക്കെ പോട്ട്. ഇവിടുത്തെ വിശേഷമല്ലോ. എന്താ? പ്രകാശ് കുമാർ കോളനി അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ സമ്മതിച്ചോടാ. എങ്കിൽ പിന്നെന്ത്? ഇത് അതൊന്നും അല്ല. നിങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം സംഭവം ബഹുലമായിരുന്നു ഈ കോളനി. നമ്മുടെ പഴയ പ്രസിഡന്റ് ചാക്കോ അച്ഛൻ അമേരിക്കയിൽ തിരിച്ചു വന്നു. പ്രകാശ് കുമാറിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കാൻ അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങി. നിങ്ങൾ നോക്കിക്കോ, അധികം താമസിക്കാതെ ഈ കോളനിയിൽ ഒരു വെടിക്കെട്ട് നടക്കും. എന്തോന്ന്? അതോ കുടശനാട്ട് കമലന്റെയോ? ഇങ്ങനെയൊക്കെ കമ്പം തലക്ക് പിടിച്ചിരിക്കാ. പന്നി പോ. ബലൂണൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബലൂൺ പൊട്ടിക്കാന്ന് വെറുതെ കിടന്ന് ചാട്ട തന്നെ. മത്സരക്കമ്പം ഈ കോളനിയിൽ എവിടെ വെച്ച് നടക്കും? ആലോചിക്കാം. എന്റെ മനുഷ്യ, നമ്മൾ എന്താ പ്ലാങ്കവിളയില് താമസിക്കുന്നെന്നാ വിചാരം? പട്ടണത്തില് ദാ ഈ പത്രം എടുത്തു വെച്ച് വായിക്ക്. ഇങ്ങനെയാണോ പത്രം എടുത്തു വെച്ച് വായിക്കുന്നത്? ഇങ്ങനെ വായിക്ക്. ഇംഗ്ലീഷ് അറിയില്ല. ഈ നാട്ടുകാരെല്ലാവരും അറിയട്ടേന്ന് നമുക്ക് ഇംഗ്ലീഷിച്ച് വായിക്കാൻ അറിയുമെന്ന്. ഇതെന്താ സരസ്? പാല്. ആ മൂളിയലങ്കാരി എന്താ പറഞ്ഞേ? പാല് കണ്ടംപൂച്ച കുടിച്ചോണ്ട് പോയിന്നല്ലേ? ഞാൻ ആ തണുപ്പുള്ള അലമാര തുറന്നു നോക്കിയപ്പോഴേ ആ ഫ്രിഡ്ജേ അത് തുറന്നു നോക്കിയപ്പോ അതിനകത്ത് ദാണ്ടിരിക്കുന്നു പാല്. പ്രകാശം പോലീസുകാരനാണ്. കള്ളത്തരം കാണിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്നാണോ? അതെ, പാഷാണത്തെ കൃമി. പാലിന് കൃമിയോ? അല്ലെന്നേ, വാതില് മണി. നിങ്ങൾ അവനെ വരട്ടണം. ഞാൻ വരട്ടെ, അവൻ വരല്ലോ? വരളണം. ഇന്നലെ അവൻ നമ്മുടെ മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ശരി. വരുന്നുണ്ട്. അവന്റെ മട്ടും പാവും കണ്ട ഈ വീട് അവന്റെ അപ്പന് ശ്രീധനം കിട്ടിയതാന്നാ വിചാരം. അല്ല, എന്താടാ നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോ ഒരു ഇളക്കം? സംസാരം ക്ലിയർ ആയിരിക്കണം. പറഞ്ഞേട്ടാ, ഇന്ന് ഇവനെ ശരിയാക്കില്ല. ആരടാ നിന്റെ തള്ള? നീ തള്ളയെന്നൊക്കെ നിന്റെ മറ്റാളെ വിളിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിള്ളച്ചീന്ന് വിളിക്കാം. അതല്ലേ രൂപം. നിക്കണ നിപ്പ് കണ്ട എന്റെ നിപ്പിന് കുഴപ്പം? ഒരു കുഴപ്പമില്ല. LKG പിള്ളേരെ കിടക്ക് മുടിയും തെറ്റി വെച്ച് റിബണി ഇവിടുത്തെ ജോലിക്കാരൻ ഈ ചെറുക്കനുണ്ടല്ലോ. എന്നെയും എന്റെ കൊച്ചിനെയും എന്റെ പാവം കെട്ടിയവനെയും എന്തെല്ലാം തോന്നിവാസങ്ങളാ പറഞ്ഞെന്നറിയാമോ? ഇവനെ ഈ വീട്ടിൽ വെച്ച് പൊറുപ്പിച്ച നിങ്ങൾക്ക് ആപത്താണ്, ഓർത്തോ? മണിയ, പ്രകാശേട്ടനെ അറിയണ്ട മാമനെയും മാമിയും വഴക്ക് പറഞ്ഞത്. നീ അപ്പുറത്തെങ്ങനെ പോ. ചേച്ചി പറഞ്ഞോട് ഞാൻ പോകുന്നു. ഇല്ലെങ്കിൽ കിളവി ഉണ്ടല്ലോ ഞാൻ. അയ്യോ, നിക്കുന്ന നിപ്പ് കണ്ടാ വാവിടാ പ്രാണി. കഷ്ടം. പോടാ. മാമി, ഇവനോട് കൂടുതൽ വഴക്കിന്റെ വക്കാണത്തിനൊന്നും പോണ്ട.
കാര്യം അവൻ എന്റെ ബന്ധുവൊക്കെ തന്നെയാ. പക്ഷേ ഇവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാ. ആ പിന്നെ ഒരു കാര്യം മാമി സൂക്ഷിക്കണം. എന്താ മോളെ? ഇവന് നിങ്ങളുടെ മകളെ ഒരു നോട്ടമുണ്ട്. ചില പഞ്ചാര വർത്താനങ്ങളും ഒക്കെ ആയിട്ട് ആ പെങ്കുച്ചിന്റെ പിറകെ നടക്കുന്നത് പല തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എടി നമുക്ക് മോളെ വിളിച്ചോണ്ട് വേഗം നാട്ടിലേക്ക് പോവാ. അതാ നല്ലത്. അതെ. എടി ഭയങ്കരി, ഈ പ്ലാങ്കവിള സരസുവിനോടാ നിന്റെ കളി? മനസ്സിലിരിക്കത്തേ ഉള്ളടി മോളെ. വന്ന് വന്ന് ഇവിടത്തെ കിളിക്ക് വരെ വൃത്തിയില്ലാതായേ. മഞ്ഞണ്ണല്ലേ പേര്? അയ്യോ മഞ്ഞനെന്നല്ല, മണിയൻ. വായിന്ന് വിരലെട്. ആള് വലിയ തമാശക്കാരനല്ലേ? അത്യാവശ്യത്തിന് അല്ലറ ചില്ലറ കോമഡികളൊക്കെ പറയും. അയ്യോടി. അല്ല, ഇന്ന് തന്നെ മാമനും മാമിയും മോളും ഒക്കെ പ്ലാങ്കവിളക്ക് പോവല്ലേ? ഞങ്ങള് കൊറേ ദിവസം കഴിഞ്ഞേ പോത്തുള്ളൂ. ഇവിടെ അടുത്ത് വല്ല അമ്പലമുണ്ടോ? ഉണ്ടെങ്കി ചേട്ടൻ വരുന്നോ എന്റെ കൂടെ അമ്പലത്തിൽ പോവാൻ? വരണമെന്നുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നാളെ പോവാം. എനിക്ക് വഴി പറഞ്ഞു തന്നാ മതി. പറഞ്ഞെന്നാലൊന്നും മനസ്സിലാവൂല. എന്നെ വരച്ചിട്ടാ. അല്ല, വരയ്ക്ക ഇപ്പം എന്തോന്ന് എടുത്തിട്ട് വരയ്ക്കേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്. എന്തോന്ന്? ആ കൈ എന്താ ഇതോ? എന്തിന്? പറഞ്ഞുതരാം. ഇങ്ങോട്ടിട്. ഇത് നമ്മുടെ വീട്. ഈ വീട് ഇവിടുന്ന് നടന്ന് 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 ഇവിടെ എത്തുമ്പോ ഒരു വളവ്. അയ്യോ, കൈ തീർന്നു കേട്ടാ. മറ്റേ കൈ വയ്യേ. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് വളവാണ്. ഈ വളവിൽ കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടന്ന് 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 ഇവിടെ എത്തുമ്പോ ഇവിടെ ഒരു പാലം. പാലം തകർപ്പ്. കൈ മാറ്റ്. നിന്റെ കഥകളി അമ്മ വരണം. ഇതെന്താ കരിവേഷോ? ആഹാ, പെൺകുട്ടികളുടെ കൈ വലിച്ചു നോക്കിട്ടാണോടാ നിന്റെ ഒരു കൈനോട്ടം? അല്ല, ഞാൻ വഴി ഇവിടുത്തെ ജോലിക്കാരനല്ലേടാ? എടാ എന്നുള്ള വിളിയുണ്ടല്ലോ. അങ്ങനെയുള്ള വിളിയൊന്നും തൽക്കാലം വേണ്ട. എനിക്ക് അന്തസ്സായിട്ടൊരു പേരിട്ടിട്ടുണ്ട്, മണിയൻ. അങ്ങനെ വിളിച്ചാ മതി. എന്തേ നാക്ക് വടിക്കാൻ പോയി ഈർക്കലി എടുത്തോണ്ടോടാ? ഞങ്ങൾക്കാണെങ്കിൽ ഈർക്കല് പോരാ, മടല് വേണം. എന്നെ കൊണ്ട് പറ്റൂല. പറ്റൂല. എന്നാ ഇന്ന് പ്രകാശം വരട്ടെടാ. ഇന്നത്തോടെ നിന്റെ ഇവിടുത്തെ താമസം ഞാൻ ഒഴിവാക്കി തരാം. നീ എന്റെ മോളെ ശല്യം ചെയ്യാൻ വന്നെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറഞ്ഞെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രകാശ് പറഞ്ഞു കൊടുത്താണല്ലോ. നിന്റെ മറ്റാളെ പോയി വിളിക്കാം. ഒരു കെട്ട് കീർക്കൽ ഇരുട്ടെന്ന് വരെ നാക്കോടിച്ചോ. നീ എന്താടി അവന്റെ അടുത്ത് കൈ നീട്ടി പിടിച്ചോണ്ട്? പറഞ്ഞില്ലേ എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള വഴി. അയ്യടാ, അമ്പലത്തിലേക്ക് പോകാനുള്ള വഴി ചോദിക്കുന്നു. നല്ല ബെസ്റ്റ് പാർട്ടി. അവന് സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി അറിഞ്ഞൂടാ. കയറി പൊടിയാ.